ഭാഗം പെൺകുട്ടികളും മറുത്തു പറയാൻ ത്രാണിയില്ലാത്ത കഴുതകളായി പോയി. പഠിച്ചിട്ടും കഴിവുണ്ടായിട്ടും അവനവന് വേണ്ടി പോലും ജീവിക്കാൻ ധൈര്യമില്ലാത്ത കോവർ കഴുതകൾ. മാടുപോലെ ഭാരം വലിക്കാനല്ലാതെ മറ്റൊന്നിന് അവകാശമില്ലാത്ത ആൻസൈറ്റി ഡിസോർഡറിനിടയിൽ നിൽക്കാൻ നിങ്ങളുടെ ഭാര്യ പലതവണ വിസിൽ കേട്ടിട്ടും തീ അണയ്ക്കാത്ത പ്രഷർ കുക്കർ പോലെ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ പാകമുള്ള മനസ്സുമായിട്ട്. അടുത്ത മാസം മുതൽ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ? അല്ല, നിനക്ക് നിർബന്ധമാണെങ്കിൽ വേണ്ട. അടുത്ത മാസം, അടുത്ത ദിവസം മുതൽ ഞാൻ പോകുന്നുണ്ട്. ഞാൻ ഉറപ്പിച്ചു. എന്റെ ജോലി സ്ഥലം വെളുപ്പാങ്കാലത്ത് ഗ്യാസ് സ്റ്റവിൽ തുടങ്ങി പാതിരാത്രിക്ക് കിച്ചൺ സിങ്കിൽ അവസാനിക്കുന്ന ഒരു സർക്കിളിലാണ്. ശബ്ദം ഉയർത്തി സംസാരിച്ചു പോയതിന് അരവിന്ദേട്ടന് പോലും എന്നോട് ക്ഷമിക്കും. ആരായാലും സംസാരം നിർത്തുക. ആരാടാ? രണ്ട് കാര്യങ്ങൾ പറയാൻ. ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ ഒരുവിധം അവസാനിപ്പിച്ച് ഓടി വന്നു. ജ്യോതി, ഇന്ന് അവിടെ വെച്ചുണ്ടായ ഇൻസിഡന്റ് എന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പിഴവാണ്. അതിന് ഞാൻ ക്ഷമിച്ചു. എന്റെയും അമ്മയുടെ മിസ്റ്റേക്കാ, സോറി ആന്റി. ഇനി ഇതിന്റെ പേരിൽ വിഷമിപ്പിക്കരുത്. ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. എന്റെ അമ്മയ്ക്ക് സുഖമില്ലാണ്ട് കിടക്കുകയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? സീരിയസ് ആണെന്ന് ഫോൺ വന്നു. കുടുംബത്ത് അമ്മയെ നോക്കാൻ മറ്റാരുമില്ല. അതുകൊണ്ട് കുറച്ച് ദിവസം ഞങ്ങൾ ജ്യോതിയുടെ നാട്ടിലേക്ക് പോവുക. ഇവരുടെ ഓഫീസ് അടച്ചിടാനും പറ്റില്ല. ഒന്ന് രണ്ട് വലിയ ഓർഡറും വരാനുണ്ട്. ഏരിയയിൽ ഒരാഴ്ച. അതുവരെ സീത ഒറ്റയ്ക്ക് ഓഫീസിൽ നിന്ന് ഹാൻഡിൽ ചെയ്യണം. അഡ്വാൻസ് ആയിട്ട് ഒരു 7 ലക്ഷം രൂപ ബൈ ക്യാഷായിട്ട് വരാറുണ്ട്. ശ്രദ്ധിച്ചൊരാളെ പെട്ടെന്ന് ഏൽപ്പിക്കാൻ പേര് കൊട്ടില്ല താനും. അതുകൊണ്ടാണ് സാർ, ഞാൻ സീത വരും. പക്ഷെ നെക്സ്റ്റ് മന്ത് മുതൽ ഇവൾ ഉണ്ടാവില്ല. ജ്യോതി പോയിട്ട് വരുന്നത് വരെ ഇവൾ ഉണ്ടാകും.